കശ്മീർ ബാരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. മുഴുവൻ ഭീകരരെയും സൈന്യം വധിച്ചു. 20 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദേശ സന്ദർശനം റദ്ദാക്കി. പ്രതിരോധ വകുപ്പ് മന്ത്രി മനോഹർ പരീക്കറും കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാനും കശ്മീരിലെത്തും. വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പുലർച്ചെ 5 മണിയോടെ കമാൻഡോ ശൈലിയിൽ സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉറിയിലെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചാണ് ആക്രമണം നടത്തിയത്. ശ്രീനഗർ മുസാഫറാബാദ് ദേശീയപാതയ്ക്കരികിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായിരുന്നു സൈനിക ബ്രിഗേഡ്. വൻ ആയുധശേഖരങ്ങളുമായി സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ച ഭീകരർ ബാരക്കുകൾക്ക് നേരെ വെടിയുതിർത്ത് തീപിടിപ്പിച്ചു. ഇതിനുശേഷം പിന്നീട് സൈനികർക്ക് നേരെയും വെടിയുതിർത്തു. IS സഹായത്തോടെ ലഷ്കർ-ഇ തായിബ ഭീകരരാണ് ആക്രമണം നടത്തിയത്. സൈന്യം തിരിച്ചടിച്ചതോടെ ഭീകരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചു. പോരാട്ടം മണിക്കൂറുകൾ നീണ്ടതോടെ 21st പാരാട്രൂപ്പിനെ അടിയന്തരമായി സൈനിക കേന്ദ്രത്തിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം എത്തിച്ചു. സംയുക്തമായി നടത്തിയ തിരിച്ചടിയിലാണ് 3 ഭീകരരെ കൂടി വധിച്ചത്. ചാവേർ ആക്രമണത്തെ തുടർന്ന് 17 സൈനികർ കൊല്ലപ്പെട്ടു. 20 സൈനികർ പരിക്കേറ്റ് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗും പ്രതിരോധ മന്ത്രിയും കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദേശയാത്ര റദ്ദാക്കി. ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തി. 2014 ശേഷം കാശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. പത്താൻകോട്ടിന് ശേഷം നടക്കുന്ന വലിയ സുരക്ഷാ വീഴ്ചയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേരിക്കയിലെ മാൻഹാട്ടന് സമീപം ചെൽസിയിൽ സ്ഫോടനം. 25 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചവറ്റുകൂനയിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായെന്നും റിപ്പോർട്ട്. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഭീകരവിരുദ്ധ സേന അന്വേഷണവും ആരംഭിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസവും തുടരുന്നു. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് അജണ്ടകൾ? അജിംഷാദ്, നാളെയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കും. തികച്ചും സംഘടനാ വിഷയങ്ങളാണ് ഈ സമ്പൂർണ്ണ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. പ്രധാനമായും പ്ലീന തീരുമാനങ്ങൾ എങ്ങനെ സംസ്ഥാന ഘടകങ്ങളിലും കേന്ദ്ര കമ്മിറ്റിയിലും നടപ്പിലാക്കാൻ കഴിയും, ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഇതിന്റെ പുരോഗതിയൊക്കെ യോഗം വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷമാണ്. ഇതിന് കാര്യപരിപാടികൾക്ക് ഒരു രൂപം നൽകണം. കാര്യപരിപാടികൾ സംസ്ഥാന ഘടകത്തിലും ജില്ലാ ഘടകങ്ങളിലും വരെ അന്ന് ആഘോഷ പരിപാടികൾ ഉണ്ടാകും. ഇതിന് അന്തിമരൂപവും ഈ യോഗത്തിൽ നൽകും. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി തുടക്കമിട്ടിരുന്നു. വിലക്കയറ്റം അടക്കമുള്ളവ ജനജീവിതം ദുസ്സഹമാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പല തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. കൂടാതെ കാശ്മീർ വിഷയത്തിൽ സർവകക്ഷി സംഘത്തെ അയക്കണമെന്ന പാർട്ടി നിലപാടിനെ തുടർന്നാണ് സർവകക്ഷി സംഘത്തെ അയച്ചത്. ഇത് സംബന്ധിച്ചുള്ളൊരു വിശകലനവും യോഗത്തിൽ ഉണ്ടാകും. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ച റിവ്യൂ ഹർജി നൽകും. സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാകും ഹാജരാവുക. മനു ശങ്കർ ചേരുന്നു. മനു, തിങ്കളാഴ്ചയാണോ റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കുക? തിങ്കളാഴ്ച തന്നെ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമമന്ത്രി AK ബാലൻ ദില്ലിയിലെത്തി വിവിധ അഭിഭാഷക സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ റിവ്യൂ ഹർജി നൽകും. തുറന്ന കോടതിയിൽ തന്നെയാകും ഇത് സംബന്ധിച്ചുള്ള നിലവിലെ വാദം കേൾക്കുകയും ചെയ്യുക. ഈ തിങ്കളാഴ്ച തന്നെ റിവ്യൂ ഹർജി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വിചാരണ കോടതിയും കീഴ്ക്കോടതിയും വിധിച്ച വിധികളിലെ പോരായ്മകളായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഗോവിന്ദസ്വാമിക്ക് കൊലക്കുറ്റം ചുമത്താത്ത നിലപാടിലെ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള കാര്യങ്ങളാകും റിവ്യൂ ഹർജിയിലും പരാമർശിക്കുക. അതേ ബെഞ്ച് തന്നെയാകും റിവ്യൂ ഹർജിയും പരിഗണിക്കുക. നിലവിൽ ഈ സൗമ്യയുടെ തല പലതവണ ഗോവിന്ദസ്വാമി ട്രെയിനിന്റെ ബോഗിയിലും മറ്റും ഇടിച്ചതായി കോടതി
വിധി പകർപ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആയിരുന്ന ഈ തലക്കേറ്റ മുറിവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി IPC 300 അടക്കമുള്ള കാര്യങ്ങൾ ചുമത്താവുന്നതാണെന്ന് വിവിധ അഭിഭാഷക സമൂഹമൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമവിദഗ്ധർ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ നിയമ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാകും റിവ്യൂ ഹർജി തിങ്കളാഴ്ച തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സർക്കാരിന് വേണ്ടി ഹാജരാകും. അതായത് മനു ശങ്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി ഏറ്റവും നല്ല അഭിഭാഷകനെ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ ഇനി സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന്. ഒരുപക്ഷെ മുൻ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് രൂപപ്പെട്ട പല സംഭവവികാസങ്ങളിലെയും വീഴ്ചകൾ ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ പ്രതിഫലിച്ചു എന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് റിവ്യൂ ഹർജിക്ക് സാധ്യതകളുണ്ടോ? നിയമവിദഗ്ധർ അത്തരത്തിൽ വിലയിരുത്തുന്നത് എന്തൊക്കെ? തീർച്ചയായും റിവ്യൂ ഹർജിയും ഇത് സംബന്ധിച്ചുള്ള സാധ്യതകളും വളരെ ശക്തമാണെന്ന് തന്നെയാണ് നിയമവിദഗ്ധരും ഇപ്പോഴും വിലയിരുത്തുന്നത്. കാരണം സുപ്രീം കോടതി നിലവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വിധി പകർപ്പിൽ അടക്കം വ്യക്തമാക്കിയിരുന്നതും സൗമ്യയുടെ തലക്കേറ്റ മുറിവുകൾ സംബന്ധിച്ചുള്ള പരാമർശങ്ങളെല്ലാം വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ കൊലക്കുറ്റം ചുമത്തുന്നതിനാവശ്യമായ ആധികാരികമായ തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കൊലക്കുറ്റത്തിൽ നിന്ന് IPC 302 ഒഴിവാക്കിയും ബലാത്സംഗ കുറ്റം മാത്രം ചുമത്തിയും ഗോവിന്ദസ്വാമിക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കൊലക്കുറ്റം ചുമത്താവുന്നതായ കാര്യങ്ങൾ നിലവിലെ വിധിപ്പകർപ്പിൽ തന്നെ വ്യക്തമായിട്ടുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകമായി പരാമർശിക്കുന്നതും ഇത് തന്നെയാണ്. മരണത്തിന് കാരണമായേക്കാവുന്ന മുറിവുകൾ, അത്തരത്തിലുള്ള ക്ഷതം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിക്കെതിരെ ഈ അറ്റംപ്റ്റ് ഓഫ് മർഡർ, മരണകാരണമാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. IPC 300 അടക്കം ഇക്കാര്യത്തിൽ ചുമത്താവുന്നതുമാണ്. എന്നാൽ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇത് പരാമർശിച്ചിട്ടേയില്ല, ഇത് പരിഗണിക്കുകയും ചെയ്തിട്ടില്ല. അതിനാൽ ഈ നിയമവശങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയും മുൻനിർത്തിയുമുള്ള റിവ്യൂ ഹർജിയാകും നൽകുക. എന്തായാലും അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ സർക്കാരിന് വേണ്ടി നിലവിൽ ഹാജരാകുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി നിയമമന്ത്രി AK ബാലൻ ദില്ലിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അജിംഷി. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ BJP MPമാർ നടത്തുന്ന സന്ദർശനം അക്രമം മറച്ചുവെക്കാനുള്ളതാണെന്ന് മന്ത്രി EP ജയരാജൻ. സംഘത്തിലുള്ള മംഗലാപുരം MP നളിൻ കട്ടിയാർ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ജയരാജൻ പറഞ്ഞു. ക്രിമിനലുകൾ, മാഫിയകൾ, പല പ്രദേശങ്ങളിൽ നിന്നും കൊടും ഭീകരന്മാരായിട്ടുള്ള ആളുകളെ RSSൻ്റെ പ്രചാരകരെന്ന പേരിൽ പല പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ അന്വേഷണത്തിന് വന്നിട്ടുള്ള ഈ നളിൻ കുമാർ കട്ടീല, ബാംഗ്ലൂർ MP, അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ഒരാളാണ്. BJP നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം കണ്ണൂർ കോടിയേരിയിൽ CPIM പ്രവർത്തകരുടെ വീടിന് നേരെ വ്യാപകമായ ആക്രമണം. CPIM ലോക്കൽ കമ്മിറ്റി അംഗം വിജേഷിൻ്റെയും നഗരസഭാ കൗൺസിലർ വിജയൻ്റെയും വീടിന് നേരെയാണ് RSSുകാർ ആക്രമണം നടത്തിയത്. BJP MPമാരുടെയും കുമ്മനം രാജശേഖരന്റെയും സംഘം കോടിയേരിയിലും കണ്ണൂരിലും സന്ദർശനം നടത്തിയതോടെയാണ് RSS ആക്രമണം ആരംഭിച്ചത്. CPIM ശക്തി കേന്ദ്രങ്ങളിൽ ബോധപൂർവം ആക്രമണം നടത്തുന്നുവെന്ന CPIM ആരോപണം ശരിവെക്കുന്നതായിരുന്നു ആക്രമണങ്ങൾ. പിണറായിയിലും പയ്യന്നൂരിലും നടത്തിയ ആക്രമണത്തിന് ശേഷം കോടിയേരിയിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് വീടുകൾക്കു നേരെ നടന്ന ആക്രമണത്തോടെയായിരുന്നു. ആക്രമണം നടത്തുമെന്ന പരസ്യമായ ആഹ്വാനമായിരുന്നു കുമ്മനത്തിന്റെ പ്രസ്താവന. ഈ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഇവിടെ ഭരണകൂടം തയ്യാറില്ലെങ്കിൽ BJP അവരുടേതായ മാർഗം തേടേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് CPIM കോടിയേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KV വിജേഷിന്റെ വീടിന് നേരെ പട്ടാപ്പകൽ ബോംബേറും ആക്രമണവും നടത്തിയത്. CPIM അനുഭാവി MV രതീഷിന്റെ വീടിന് നേരെയും ആക്രമണം നടത്തി. ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീകളെയും കുട്ടികളെയും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടിയേരിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാർത്തകളിലേക്ക്. റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡ്യൂമയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 450 സീറ്റുകളിലേക്ക് 4500 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ യുണൈറ്റഡ് റഷ്യൻ പാർട്ടിക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം കൽപ്പിക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറെ നേട്ടം കൊയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു.
റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 92 സീറ്റുകളാണുള്ളത്. എന്നാൽ വ്ളാഡിമിർ പുടിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളിലുണ്ടായിരിക്കുന്ന അസംതൃപ്തി വളരെ ശക്തമായിരിക്കുകയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനസ്വാധീനം വർദ്ധിക്കുന്നത് യുണൈറ്റഡ് പാർട്ടിക്കുണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ലതാനും. അതുകൊണ്ടുതന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയസാധ്യത തടയാൻ തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പല ഇടപെടലുകളും പുടിൻ നടത്തിയതായി ആരോപണമുണ്ടായിരുന്നു. അതിനിടെ ക്രിമിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെതിരെ അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ഉക്രൈനിലെ റഷ്യൻ എംബസിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം റഷ്യക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ വിപണികളിൽ വ്യാജ ദാഹശമനികൾ വ്യാപകമാകുന്നു. മരമില്ലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പൊടിയും മരത്തൊലികളും കൃത്രിമ ചായം ചേർത്താണ് ദാഹശമനികൾ വിപണിയിലെത്തിക്കുന്നത്. വില കുറഞ്ഞ ഇവ വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് 250-ലധികം കമ്പനികളാണ് ദാഹശമനി വിപണന രംഗത്തുള്ളത്. വൻകിട ബ്രാൻഡുകളുടേതുൾപ്പെടെ പലതും വ്യാജന്മാരുമാണ്. മരമില്ലുകളിൽ നിന്നും പുറന്തള്ളുന്ന മരപ്പൊടികളും മരത്തൊലിയും കൃത്രിമ നിറങ്ങൾ ചേർത്ത് ദാഹശമനികളായി പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തരം പൊടികളിൽ കൃത്രിമ ചായങ്ങളും എസൻസുകളും സ്പ്രേ ചെയ്താണ് നിറം വരുത്തുന്നത്. ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ പോലും ഇവ കലരുന്നു. യഥാർത്ഥ കരിങ്ങാലി, പതിമുഖം ഇവയുടെ കാതലുകൾ ചൂടുവെള്ളത്തിൽ മാത്രമാണ് നിറം കലർത്തുന്നത്. യഥാർത്ഥ കരിങ്ങാലിക്കും പതിമുഖത്തിനും നല്ല വിലയുള്ളപ്പോൾ 10 രൂപ 5 രൂപ നിരക്കിൽ കൃത്രിമ പൊടികൾ വിപണിയിലെത്തുകയാണ്. ദാഹശമനി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നിറങ്ങളും മറ്റും ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും ഉണ്ടാകുന്നത്. മിക്കവാറും ആൾക്കാർ രോഗികളാവുകയാണ്. അപ്പോൾ കാര്യമായ ഒരു അന്വേഷണം നടത്തി നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് അതിനെ ശക്തമായി നേരിടണമെന്നാണ്. ആരോഗ്യത്തിന് ഗുണകരമായ പാനീയങ്ങൾ എന്ന നിലയിലാണ് ഇവ വിപണിയിലെത്തുന്നത്. കരളിനെയും വൃക്കകളെയും സുഷുമ്ന നാഡികളെയും അടക്കം ഗുരുതരമായി ബാധിക്കുന്ന നിറങ്ങൾ കലർത്തിയ ഇവ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഗുരുതരമായ രോഗങ്ങളിലേക്കാണ്. തണുത്ത വെള്ളത്തിലിട്ട ഒരു ദാഹശമനിയുടെ അവസ്ഥയാണിത്. നിറമാകെ വെള്ളത്തിൽ കലർന്നിരിക്കുന്നു. ദാഹശമനി എന്ന പേരിൽ നാം ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ രംഗത്തും കൃത്യമായ പരിശോധന ആവശ്യമായി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആയവനിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ വൻ ക്രമക്കേടെന്ന് പരാതി. 75 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, എസ്റ്റിമേറ്റിലുണ്ടായിരുന്ന ഗ്യാലറിയും മേൽക്കൂരയും നിർമ്മിക്കാതെ കരാറുകാരന് മുഴുവൻ പണം നൽകുകയും ചെയ്തു. 75 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വന്ന ഒരു സ്റ്റേഡിയമാണ് ഇക്കാണുന്നത്. ആദ്യഘട്ടമായി 25 ലക്ഷവും പിന്നീട് 50 ലക്ഷവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുടക്കി. ഇതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാവിൻ്റെ ബിനാമിയായ കരാറുകാരൻ മുക്കിയെന്നാണ് പരാതി. പവർ റോളർ ഉപയോഗിച്ച് മണ്ണുറപ്പിക്കണമെന്നതടക്കമുള്ള എസ്റ്റിമേറ്റിലെ വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ചു. ഇതോടെ സ്റ്റേഡിയം ചെളിക്കുണ്ടായി മാറി. ചുറ്റും ഗ്യാലറി നിർമ്മിക്കണമെന്ന വ്യവസ്ഥയും പാലിച്ചില്ല. ഒരു വശത്തു മാത്രം ഏതാനും പടവുകൾ നിർമ്മിച്ച് അത് ഗ്യാലറിയാക്കി മാറ്റി. എസ്റ്റിമേറ്റിലുണ്ടായിരുന്ന മേൽക്കൂരയും കടലാസിലൊതുങ്ങി. നമുക്കല്ലാതെ ഇപ്പോൾ കാണാം, ഈ സ്റ്റേഡിയത്തിൻ്റെ വശങ്ങൾ കാണാം. 75 ലക്ഷം രൂപയുടെ ഫണ്ടാണിത്. ഇതിൽ വൻ അഴിമതികളാണ് ഈ ബിനാമി കോൺട്രാക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിരിക്കുന്നത്. ഏതായാലും നിർമ്മാണത്തിൽ നടന്ന അഴിമതിയുടെ ആഴം ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് വയനാട് നിരവിൽപ്പുഴയിൽ. കുഴിഞ്ഞുപോക്ക് തടയാൻ സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുമ്പോഴും മാതൃകയാവുകയാണ് ഈ സ്ഥാപനം. 250ഓളം കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. പലരും പല സ്കൂളുകളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോയവർ. അവരെ കണ്ടെത്തി പഠനം പൂർത്തിയാക്കുന്നതിന് സഹായിക്കുകയാണിവർ. ഒരു കൂട്ടം നല്ല മനസ്സുകളാണ് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ സഹായങ്ങൾക്കായി കാത്തു നിൽക്കാതെ ഇതിനാവശ്യമായ പണം അങ്ങനെ അവർ സ്വരൂപിക്കുന്നു. ഞങ്ങൾ അത്യാവശ്യം സാറേ ഈ സ്കൂളിൽ പോകാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ അത്യാവശ്യം രക്ഷകന്മാർക്കെല്ലാം അത്യാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റലും മറ്റ് സഹായങ്ങളും ആദ്യം ചെയ്തു കൊടുത്തത്. പിന്നെ നമുക്ക് തോന്നി എന്തായാലും ഇവരെ മെയിനായിട്ട് മർമ്മപ്രധാനം ഇവർക്ക് എഡ്യൂക്കേഷൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ സംരംഭം, ഒരു 2002 ഒരു ഷെഡ് അടിച്ച് തുടങ്ങി. അന്ന് ഞങ്ങളോട് 42 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം സപ്പോർട്ടേഴ്സും പിന്നെ ഈ കുട്ടികളെ ആയിട്ടുള്ള ബന്ധുക്കളും ഉള്ള കുട്ടികളെല്ലാം ഞങ്ങളടുത്ത് വരാൻ തുടങ്ങി.
ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കൊച്ചിൻ ഷിപ്പ്യാർഡും പിന്നെ കുറെ സുമനസ്സുകളും പണിതു നൽകിയ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനവും താമസവുമെല്ലാം. സ്വയം തൊഴിൽ പരിശീലനവും പഠനത്തിന്റെ ഭാഗം തന്നെ. 10ാം ക്ലാസ്സിന് ശേഷം സ്വയം പര്യാപ്തരായി ജീവിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഇങ്ങനെ ഇവർ. ന്യൂസ് ബ്യൂറോ, വയനാട്. വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ആനക്കുട്ടി ചരിഞ്ഞത് അജ്ഞാത രോഗമാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ചരിഞ്ഞ ആനക്കുട്ടികൾക്ക് പ്രതിരോധശേഷിയില്ലാത്തതാണ് മരണകാരണമെന്ന് വനം വകുപ്പ്. ഇടുക്കി ചിന്നക്കനാലിൽ തുടർച്ചയായി 2ാം ദിനവും കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ചിന്നക്കനാൽ 301 കോളനിയിലാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടത്. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ 5 വയസ്സുള്ള കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയാനകൾ എങ്ങനെ ചരിഞ്ഞു എന്നതിന്റെ കാരണം വ്യക്തമാക്കിയില്ല. ആന செத்துருக்குங்க, இன்னைக்கு ஒன்று செத்துருக்கு. இது என்ன காரணம்னு ஒன்றும் தெரியல எங்களுக்கு. நாங்கள் ஆதிவாசி மேலாது. കോന്നിയിൽ നിന്നും ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. കുട്ടിയാനകൾക്ക് ആവശ്യമായ പ്രതിരോധശേഷിയില്ലാത്തതാണ് മരണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.